മഷ്റൂം ഇതുപോലെ കറി വെച്ച് നോക്കിയിട്ടുണ്ടോ? ചപ്പാത്തിക്കും അപ്പത്തിനും പൊറോട്ടയ്ക്കും ഒക്കെ നല്ല കിടിലൻ കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മളിതാ മഷ്റൂം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം അതിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി ഒരു മിക്സിയിലേക്ക് ഒരു തക്കാളിയും കുതിർത്ത് വെച്ച അണ്ടിപ്പരിപ്പും ഒന്ന് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് പെരിഞ്ജീരകവും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയും ചേർത്തിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഇതിൻ്റെ ഒരു പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. അതിനുശേഷം നമുക്കൊരു 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായി അരിഞ്ഞതും ഒരു 2-3 പച്ചമുളകും ചേർത്തിട്ട് ഈ സവാളയ്ക്ക് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്താൽ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടും. പിന്നെ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, ഗരം മസാല, അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി. ഇതൊക്കെ ചേർത്തതിന് ശേഷം നമ്മൾ വീണ്ടും ഈ ഒരു പൊടീൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ അരച്ചു കൊണ്ടുവന്ന തക്കാളി അണ്ടിപ്പരിപ്പിൻ്റെയും പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടിയും ചേർത്ത് കൊടുക്കാം. മിക്സിയിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് അതും കൂടി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തക്കാളി പേസ്റ്റാക്കി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ തക്കാളി ഇങ്ങനെ കിടക്കുന്നത് അങ്ങ് ഒഴിവായി കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ കശുവണ്ടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ല കൊഴുത്ത കറിയായിട്ട് കിട്ടുകയും ചെയ്യും. നല്ലൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് മാരിനേറ്റ് ചെയ്ത മഷ്റൂം ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ആഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കിത് വേവിച്ചെടുക്കേണ്ടതാണ്. എന്നാലും ഇത് വേവുമ്പോൾ ഇതിൽ നിന്നും കുറച്ച് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതുകൊണ്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടിയും ചേർക്കുന്നുണ്ട്. കസൂരി മേത്തി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ നമ്മൾ മഷ്റൂം ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിതിൽ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് തേൻ ആയാലും ചേർത്താൽ മതി. പിന്നെ കുറച്ച് ബട്ടറും കൂടിയും ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി കറി റെഡിയായി. കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറിയിലൊക്കെ ഒരു ഇത്തിരി മധുരം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എരിവും ആ ഒരു പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ.